പീഠാനുഭവത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അപ്പോഴെല്ലാം ഈശോ ഉയർപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് അത് മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യം അപ്പോഴും ഇല്ല. ഈ പത്രോസ് 5 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ 1 നിമിഷത്തിന് മുമ്പ് പറഞ്ഞു കർത്താവ് പത്രോസിനോട്, നീ അനുഗ്രഹീതൻ. ആ പത്രോസ് എന്നിട്ട് ഇപ്പോൾ പറയുകയാണ്, അയ്യോ കർത്താവേ, ഇത് ഞാൻ സമ്മതിക്കില്ല, ഇത് അങ്ങേക്ക് സംഭവിക്കാതിരിക്കട്ടെ. കണ്ടോ പത്രോസ് എന്ത് ചെയ്തു? കർത്താവിന്റെ ഈ പീഠാനുഭവത്തിന്റെ ആ വലിയ പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നു. ഉടനെ കർത്താവ് പറഞ്ഞു, സാത്താനെ ദൂരെ പോവുക. എന്താണ് സാത്താൻ അവിടെ? എന്താണ് പത്രോസിലുള്ള സാത്താൻ? പത്രോസിലുള്ള സാത്താൻ ഇതാണ്, നീ മാനുഷികമായി ചിന്തിക്കുന്നു. പിന്നെ നമ്മളെങ്ങനെ ചിന്തിക്കാം? ഒന്ന് വായിച്ചു നോക്കിയാ വചനം. പത്രോസേ, നീ മനുഷ്യനെ പോലെ ചിന്തിക്കുന്നില്ല. മത്തായി 16-ാം അധ്യായത്തില് 21 16-ാം അധ്യായം 23 പറയുന്നത് എന്താണ്? യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, എന്റെ മുമ്പിൽ നിന്ന് പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. പിന്നെ നമ്മൾ എന്ത് ചിന്തിക്കണം? നമ്മൾ മനുഷ്യർ, നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ മാനുഷികമായി ചിന്തിക്കും. അല്ല കേട്ടോ, ഇതൊക്കെ നമ്മുടെ വ്യാഖ്യാനവുമായിട്ട് കണക്ഷൻ വരുന്നുണ്ടോ? പത്രോസിനോട് പറയാണ്, നിന്റെ ചിന്ത മാനുഷികമാണ്. നീ എന്താ ചിന്തിക്കേണ്ടത്? ദൈവികമായാണ് ചിന്തിക്കേണ്ടത്. നീ മാനുഷികമായി ചിന്തിക്കുന്നത് കൊണ്ട് നീ എനിക്ക് ഒരു തടസ്സമാകുന്നു, നീ എന്നെ തടസ്സപ്പെടുത്തുന്നു. You are an obstacle to me. കണ്ടോ, മാനുഷികമായ ചിന്ത അത്രയും ചെയ്തോളൂ. അവന്റെ ചിന്ത മാനുഷികം. അപ്പൊ നമ്മൾ ചിന്തയുടെ മേഖല, ഓക്കെ, അത് വേറെ കാര്യം, നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. മാനുഷികമായ ചിന്ത നമ്മളിലുണ്ട്. അത് ചിന്തിക്കുമ്പോഴെല്ലാം ദൈവികമായ ചിന്തയ്ക്ക് എതിരായിരിക്കും. ഇവിടെ പറഞ്ഞു വരുന്നതിന്റെ കാര്യം, യേശുവിനെ തിരിച്ചറിഞ്ഞ പത്രോസ് തന്നെ യേശുവിന്റെ ഈ രക്ഷാകര പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നു. അപ്പൊ അതുകൊണ്ടല്ലേ യേശു എല്ലാവരോടും ഉപമകളിലൂടെ സംസാരിച്ചിരുന്നത്? എന്തുകൊണ്ടെന്നാൽ അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും, അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് എല്ലാവരും കൂടി യേശുവിന്റെ അടുത്ത് ആ കാലഘട്ടത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടി. ആ കാലഘട്ടത്തിൽ, ഏത് കാലഘട്ടത്തിലാണ് പിന്നെ യേശുവിന്റെ അടുത്ത് വരുന്നത്? യേശു മരിച്ചു വരുത്തുകയും ചെയ്യുമ്പോൾ. അപ്പൊ യേശുവിനെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. മനസ്സിലായോ? ഇപ്പോ ഇത്രയും കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുക. യേശു പറഞ്ഞത് എന്താണ്? യോഹന്നാൻ 14:12, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ. ഇപ്പോ യേശുവിന്റെ ഈ പരസ്യ ശുശ്രൂഷ വേളയിൽ യേശുവിന് ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി വന്ന യേശുവിന്, എല്ലാവർക്കും പാപവിമോചനത്തിന് വേണ്ടി വന്ന യേശുവിന്, എല്ലാവരെയും പാപവിമോചനം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അതുവരെയ്ക്കും പറ്റുന്നില്ല. എപ്പോഴാ ഇത് പറ്റുക? ഞാൻ മരിച്ചു കഴിയുമ്പോൾ, യേശു മരിച്ചുയർന്ന് കഴിയുമ്പോഴേ. അതാണ് വലിയ കാര്യം എന്ന് പറയുന്നത് ഇവിടെ. അതാണ് ഇവിടെ പറയുന്ന വലിയ കാര്യം. ഏത് വലിയ കാര്യം? ഞാൻ ചെയ്ത പ്രവൃത്തികളെക്കാൾ വലിയ കാര്യം നിങ്ങൾ ചെയ്യും. കാരണം ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത്. മനസ്സിലായോ? ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ ജീവൻ ലോകം മുഴുവനും വേണ്ടിയുള്ള മോചനദ്രവ്യമായി നൽകി കഴിയുമ്പോൾ എല്ലാവർക്കും പാപമോചനത്തിനുള്ള വലിയ കാര്യമായിട്ട് മാറും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പോയി എല്ലാവരോടും പറയാം, തുറന്നു പറയാം. പിന്നെ ഉപമകളുടെ ആവശ്യം. മനസ്സിലായോ? മനസ്സിലായി. ഞാൻ വിഷമിക്കൊന്നും വേണ്ട. ഈ കാര്യങ്ങൾ
ഉള്ളില് ഏതാണ്ടൊക്കെ ഒന്ന് പിടികിട്ടിയാൽ പിന്നെ ഇതിനെ പ്രതി ആലോചിക്കുക, ധ്യാനിക്കുക, ചിന്തിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോൾ യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യേശുവിന്റെ ശുശ്രൂഷയിലുണ്ടായിരുന്ന ഒരു പ്രത്യേകതയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ യേശുവിലൂടെയുള്ള ലോക വിശുദ്ധീകരണം നടക്കുന്നത് എപ്പോഴാണ്? യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷമാണ് നടക്കേണ്ടത്. ആരിലൂടെയാണ് നടക്കേണ്ടത്? എന്നിൽ വിശ്വസിക്കുന്നവരിലൂടെ. നമ്മളാകുന്ന യേശുവിൽ വിശ്വസിക്കുന്നവരിലൂടെയാണ് യേശു ചെയ്ത ഈ കാര്യങ്ങൾ എല്ലാം നടക്കേണ്ടത്. വാസ്തവത്തിൽ പെട്ടെന്ന് നടക്കാനുള്ളതേ ഉള്ളൂ. ഇന്ന് ഉള്ള ക്രിസ്തീയ സമുദായം മുഴുവനും യേശുക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ഈ യേശുവിന്റെ ചൈതന്യം മുഴുവനും യേശുവിന്റെ എല്ലാ വരദാനങ്ങൾ കൊണ്ടും നിറഞ്ഞവരാണെങ്കിൽ ഈ ലോകം മുഴുവനും സുവിശേഷവൽക്കരിക്കാൻ എത്ര സമയമെടുക്കോ? ഞാൻ പണ്ടൊരു കണക്ക് പറയാറുണ്ടായിരുന്നു. ഇപ്പൊ കേരളത്തില് 25% ക്രിസ്ത്യാനികൾ. ഈ 25% ക്രിസ്ത്യാനികള് യഥാർത്ഥമായി ക്രിസ്തീയ അനുഭവത്തിൽ വന്ന് യഥാർത്ഥമായി അവർ യേശുക്രിസ്തുവിന്റെ അഭിഷേകവും പ്രവാചക ദൗത്യവും അവരിലുണ്ടെങ്കിൽ ഈ ഒരാൾ മറ്റ് 3 ആളോട് പറഞ്ഞാൽ പോരെ കേരളം മുഴുവനും സുവിശേഷവൽക്കരിക്കപ്പെടാൻ? മനസ്സിലായോ? ഒരാൾ മറ്റു 3 ആളോട് പറയുമ്പോൾ കേരളം മുഴുവനും സുവിശേഷവൽക്കരിക്കപ്പെടും. ഇത്രേ കാര്യമുള്ളൂ. പക്ഷേ നമ്മള് ക്രിസ്ത്യാനിയാണ്, നസ്രാണിയാണ്. നമ്മൾ ക്രിസ്ത്യാനിയാണ്. ഞായറാഴ്ച കുർബാനയ്ക്ക് പോകും, എല്ലാ ദിവസവും വീട്ടിൽ കൊന്തേം ചെല്ലും, പിന്നെ ഇറച്ചിയും മീനും പാല് പിഴിഞ്ഞ കറിയും കള്ളും അച്ചപ്പമായിട്ട് സുഖമായിട്ട് ജീവിക്കും. ഇതാണ് നമ്മുടെ പണി. അതുകൊണ്ട് സുവിശേഷ വേല നൽകും. അപ്പോൾ കർത്താവ് പറയുന്നത് ഇതാണ്: എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത കാര്യങ്ങൾ ചെയ്യും. ഇതിന്റെ രഹസ്യം ഇപ്പോഴും ഒരു വിശ്വാസിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഒരു വിശ്വാസി ഇന്ന് സാധാരണ രീതിയിൽ സുഖമായിട്ട് അവന്റെ കുടുംബ ജീവിതവും അവന്റെ ലൗകിക ജീവിതവും അവന്റെ ജോലിയും എല്ലാം നോക്കി സന്തോഷവും സമാധാനത്തിലും ജീവിച്ച്, അല്ലെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സന്തോഷത്തിലും ജീവിച്ച് സമയം കിട്ടുമ്പോ പണി പോകുക, പ്രാർത്ഥിക്കുക. ഇതല്ല കർത്താവ് വിഭാവനം ചെയ്ത ക്രിസ്ത്യാനി. ഇതല്ല, ടോട്ടലി ഇതല്ല. ഞാൻ അതുപോലെ ഒരു ക്രിസ്ത്യാനി ആയിരുന്നു. ഞാനും നല്ല തറവാട്ടില് തോമാശ്ലീഹായുടെ പാരമ്പര്യത്തിലുള്ള വിശ്വാസത്തിൽ ജനിച്ചു വളർന്ന് വളരെ നല്ല ശിക്ഷണം, വളരെ നല്ല കാറ്റഗിസം, വളരെ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയും ബൈബിളെല്ലാം വായിച്ചിട്ടും അന്ന് ആരും എന്നോട് പറഞ്ഞിട്ടില്ല നിനക്ക് ഒരു മിഷൻ ഉണ്ടെന്ന്, നിനക്ക് യേശുവിനെ പ്രഘോഷിക്കാനുള്ള കടമയുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് മാത്രമേ പറയാറുള്ളൂ, ബാക്കിയെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ എന്തോരം വേദോപദേശം പഠിച്ചുല്ലേ? നമ്മൾ ചെറുപ്പത്തിലെ ബൈബിളൊക്കെ വായിച്ചു, നമ്മൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയിരുന്നു. ആരെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ നീ നിന്റെ മാമോദീസായിൽ തന്നെ നിനക്കൊരു ദൗത്യമുണ്ടെന്ന്? ആ ദൗത്യം അനുസരിച്ച് യേശുവിൽ വിശ്വസിക്കുന്നവൻ യേശു ചെയ്ത പ്രവൃത്തികൾ ചെയ്യാനുള്ള വരം നമുക്ക് ഉണ്ട് എന്ന് ആരും നമ്മളെ പഠിപ്പിച്ചില്ല. അതുകൊണ്ടാണ് ഈ വരൾച്ച വന്നിരിക്കുന്നത് എല്ലായിടത്തും. അപ്പോൾ യേശുവിന്റെ ജീവിതകാലത്ത് യേശുവിന് ചെയ്യാൻ, അല്ലെങ്കിൽ യേശു ചെയ്യാതിരുന്ന കാര്യം, യേശു പരസ്യമായിട്ട് തന്നെ പ്രഘോഷിച്ചിരുന്നില്ല. യേശു രഹസ്യമായിട്ട് ദൈവരാജ്യം പ്രഘോഷിച്ചിരുന്നത് യേശുവിന്റെ പുനരുത്ഥാന ശേഷം നമ്മൾ ഓരോരുത്തരും പരസ്യമായി പ്രഘോഷിക്കാൻ വെച്ചിരിക്കുന്നു. അതാണ് ഈശോ പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതും അതിനേക്കാൾ വലിയതും. വചനത്തെ മുറുകെ പിടിക്കുക. യേശു അന്ത്യത്താഴത്തിൽ നൽകിയ ഈ രഹസ്യത്തിന്റെ അർത്ഥം ഇതാണ്: എന്നിൽ വിശ്വസിക്കുന്നവൻ
ഞാൻ ചെയ്ത പ്രവൃത്തികൾ ഒക്കെ. ഞാനിത് ആദ്യം ഒരാൾ അല്ലെങ്കിൽ ഒരു അച്ഛന്റെ പ്രഘോഷണം കേട്ടപ്പോ, മാനുഷികമായ ബുദ്ധിയിൽ നോക്കിയപ്പോ എനിക്ക് തോന്നി ഇതെന്തോ തെറ്റുണ്ട്. ഈ അച്ഛൻ ആ വചനം വായിച്ചതിന് ചിലപ്പോൾ തെറ്റുപറ്റിയിട്ടുണ്ടാവും. കാരണം ലോജിക്കലി എങ്ങനെയാ യേശു ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണേ? ഇല്ലേ? ഞാൻ വീട്ടിൽ ചെന്നു, വചനം വായിച്ചു നോക്കിയപ്പോ എന്താ, അച്ഛന് തെറ്റൊന്നും പറ്റിയിട്ടില്ല, തെറ്റ് എനിക്ക് തന്നെയാ പറ്റിയില്ലേ? കൃത്യമായിട്ടും അത് തന്നെ എഴുതിയിരിക്കുന്നത്. യേശു പറയുകയാണ്, എന്നെ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തു. ആദ്യം എനിക്കത് വിശ്വസിക്കാൻ സാധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ മാനുഷികമായ ബുദ്ധി കൊണ്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല ദൈവികമായ അത്രയും വലിയ കാര്യങ്ങൾ മനുഷ്യരായ നമ്മളെ കൊണ്ട് ചെയ്യാമെന്ന്. പക്ഷെ നമ്മളല്ല ചെയ്യുന്നത്. ആ ദൈവാത്മാവ് നമ്മളിലേക്ക് തീ കൊളുത്തിയിരിക്കുകയാണ്. ആ ദൈവാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് നിങ്ങൾ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യും. എന്തുകൊണ്ട്? ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട്. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോയി എന്ത് ചെയ്യും? ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും നിങ്ങളോടൊപ്പമായിരിക്കാൻ മറ്റൊരു സഹായകനെ. അപ്പൊ ആരൊക്കെയായി? അപ്പൊ എത്ര സഹായകരായി? എന്തുകൊണ്ടാണ് മറ്റൊരു സഹായകൻ ഈശോ പറയുന്നത്? യേശു നമ്മളോടൊപ്പം ഉണ്ട്. അതാണ് ആദ്യത്തെ സഹായകൻ. ഞാൻ മറ്റൊരു സഹായകനെ നൽകും. ആ സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ യേശുവിലുണ്ടായ അതേ അഭിഷേകം നൽകുകയാണ്. യേശു 30 വർഷം ഒരു ഇതുപോലെ അത്ഭുതങ്ങളൊന്നും ചെയ്തില്ല. ഒരു സാധാരണ വീട്ടിൽ, പാവപ്പെട്ട ഒരു വീട്ടിൽ ഇരുന്ന് ജ്ഞാനത്തിൽ വളരുകയായിരുന്നു. പക്ഷേ യേശുവിന്റെ സ്നാനം കഴിഞ്ഞപ്പോൾ യേശു ഒട്ടും താമസിയാതെ ഇതാ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും അതിനെ തുടർന്ന് സിനഗോഗിലേക്ക് വന്നിട്ട് പറയുകയാണ്, ഇനി എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. എന്താ പറഞ്ഞ അടുത്തത്? എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആ അഭിഷേകമാണ്. എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അതേ അഭിഷേകം യേശു നമ്മളിലേക്ക് കൈമാറുകയാണ്. ഇവിടെ മെഴുകുതിരി ഉണ്ടാകുന്ന നോക്കിയാൽ അതിന്റെ താഴെ മെഴുകുതിരി എടുത്ത് ആ മത്താനയുടെ ഉള്ളിലുണ്ടാവും. മെഴുകുതിരി നമ്മൾ മെഴുകുതിരി എന്ന ചിഹ്നം ക്രിസ്തുവിന്റെ പ്രതീകമാണ്. ഒരെണ്ണം കത്തിച്ചു. ക്രിസ്തുവാണ് മെഴുകുതിരി. മറ്റൊരു മതവിഭാഗങ്ങളും മെഴുകുതിരി കത്തിക്കാറില്ല. മെഴുകുതിരി പ്രകാശിക്കണമെങ്കിൽ എന്ത് വേണം? മെഴുകുതിരി വീഴണം. അതാണ് ക്രിസ്തു. ക്രിസ്തു ഉരുകി തന്റെ ജീവൻ ബലിയർപ്പിച്ചപ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രകാശമാണ്. അപ്പൊ നമ്മളും ഞാൻ ചെയ്ത പ്രവൃത്തികളെല്ലാം ചെയ്യും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചാടിക്കറി പ്രവേശാന്തി നടത്തുമ്പോഴൊന്നും ആവില്ല. എന്താവണം? ഞാൻ ചെയ്ത പ്രവൃത്തി എന്താ? പ്രധാനമായിട്ടും ഞാൻ എന്റെ ജീവൻ ബലിയായി അർപ്പിച്ചു, ഞാൻ പീഡ സഹിച്ചു, ഞാൻ കഷ്ടപ്പെട്ടു എന്ന പോലെ എന്നെ പോലെ നിങ്ങളും ഒരു മെഴുകുതിരിയാകണം. മെഴുകുതിരിയുടെ ഒരു പ്രത്യേകത, ഞാനിപ്പോ ഉദാഹരണം കാണിക്കാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു മെഴുകുതിരിയിൽ നിന്നും മറ്റൊരു മെഴുകുതിരി കത്തിക്കുമ്പോൾ എത്ര പ്രകാശം അത് കൊടുക്കുന്നു? ഒരു മെഴുകുതിരിയിൽ നിന്നും പ്രകാശം മറ്റൊരു മെഴുകുതിരി കത്തിക്കുമ്പോൾ പകുതി മുഴുവനും ഇല്ലേ?
മുഴുവൻ പ്രകാശവും കൊടുക്കുന്നുണ്ടോ? പകുതി പ്രകാശം കൊടുക്കാൻ സാധിക്കുമോ ഈ മെഴുകുതിരിക്ക്? അതാണ് ഈ കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരിക്ക് പ്രകാശം പകുതി കൊടുക്കാൻ പറ്റുമോ? ഈ മെഴുകുതിരി ആരാണ്? ക്രിസ്തുവാണ്. ഈ മെഴുകുതിരിയിൽ നിന്നും ഇതാ മറ്റൊരു മെഴുകുതിരി കൊടുത്തു. ഈ മെഴുകുതിരി ഇതാ ഉരുകി ഉരുകി കൊണ്ടിരിക്കുന്നു. ഇനിയും കൂടി ഉരുകുമ്പോ കൂടുതൽ പ്രകാശിക്കും. കേട്ടോ, ഇപ്പൊ കുറച്ച് പ്രകാശമുള്ളൂ. എന്തുകൊണ്ടാ? അത് ഉരുകാൻ സമയം എടുക്കുകയാണ്. കാര്യം മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മളും പ്രകാശം കുറവുണ്ടെങ്കിൽ എന്തോ ഇനിയും ഉരുകാനുണ്ട് എന്നേ അർത്ഥം. മനസ്സിലായോ? അയ്യോ, എന്റെ കൈ പൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഉരുകാതെ കേട്ടോ. ഞാനും കുറച്ച് ഉരുകിയപ്പോ അപ്പൊ അത് പ്രകാശം കൂടിയല്ലോ. ഓക്കെ, ഇനി വരും. ഈ മെഴുകുതിരിയിൽ നിന്നും മറ്റൊരു മെഴുകുതിരി കത്തിക്കുക. ഈ മെഴുകുതിരിയിലെ പ്രകാശത്തിന് വല്ല കുറവ് പറ്റുന്നുണ്ടോ? അടുത്ത് വെക്കാൻ വേണ്ടി നാട്ടിലുണ്ടോ? ആ മെഴുകുതിരി ഉരുകാൻ തുടങ്ങി. ഉരുകാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ക്രിസ്തു ആ മെഴുകുതിരിയിലേക്ക് പകർത്തപ്പെട്ടു. ആ മെഴുകുതിരി ഉരുകാൻ തുടങ്ങിയിരിക്കുന്നു. സാവധാനം കൂടുതൽ ഉരുകുന്നതനുസരിച്ച് ഇവിടെ മനസ്സിലാക്കേണ്ട വലിയ ഒരു തത്വം ഇതാണ്. ഈ എന്റെ കയ്യിലിരിക്കുന്ന ക്രിസ്തുവാകുന്ന മെഴുകുതിരിക്ക് പകുതി പ്രകാശം കൊടുക്കാൻ പറ്റുമോ? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി ഇല്ലേ? ഇതിന് മറക്കോ? ഇവിടെ ഒരു തത്വം കൂടി പഠിക്കുകയാണ്. God is infinite. ദൈവം അനന്ത ശക്തനാണ്. ഇൻഫിനിറ്റിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇൻഫിനിറ്റ്. ഇത് നമ്മൾ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുള്ളതാ, അല്ലെങ്കിൽ ആൾജിബ്ര ട്രിഗണോമെട്രിയിലാണ്. ഇൻഫിനിറ്റ് ഡിവൈഡഡ് ബൈ എനിത്തിങ് വിൽ ബി ഇൻഫിനിറ്റ്. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ ഓഹരി നമുക്ക് കിട്ടുന്നു എന്നല്ല എഴുതിയിട്ടില്ലേ? ദൈവത്തിന്റെ ഓഹരിയാണ് നമുക്ക് കിട്ടുന്നതെന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന വരങ്ങളും ദാനങ്ങളും ദൈവത്തിന്റെ ഒരു അംശം നമുക്ക് തരുമ്പോൾ നമുക്ക് എന്താ വാസ്തവത്തിൽ കിട്ടുന്നേ? അപ്പൊ അതുകൊണ്ടാണ് മാമോദീസായിലൂടെ നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. പരിശുദ്ധ ത്രിത്വം മുഴുവനും വന്നിരിക്കുകയാണ്. പക്ഷേ അത് പ്രകാശിക്കാത്തതിന്റെ കാരണം എന്താ? നമ്മൾ ഉരുകാത്തത് കൊണ്ടാണ്. വേണ്ട മാതിരി ഉരുകാത്തത് കൊണ്ടാണ്. ഇനി പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം നമ്മളിൽ ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് ഉൾക്കൊള്ളാൻ പോലും സാധ്യമല്ല. ഞാനൊരു പാപിയായ മനുഷ്യനിൽ എങ്ങനെയാണ് ഇത്രയും പരമപരിശുദ്ധനായ ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്നത്? നമ്മൾ ചിലവർ വിശ്വസിക്കുന്നത് അവൻ ചെയ്യുമ്പോൾ എന്നിലുള്ള ക്രിസ്തു അല്ലെങ്കിൽ എന്നുള്ള പരിശുദ്ധാത്മാവ് പോകുന്നില്ല. ആ വ്യക്തിക്ക് ഒരു രോഗശാന്തി നടത്താൻ പറ്റില്ല. കാരണം ആ വ്യക്തിയിൽ ഉള്ള വിശ്വാസം അനുസരിച്ച് ദൈവത്തിന്റെ ശക്തി മുഴുവനായി വരുമെന്ന് വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ മാമോദീസ സമയത്ത് നമ്മുടെ കയ്യിലേക്ക്, ഇന്നത്തെ നമ്മൾ മുദ്രയുടെ കാര്യം പറഞ്ഞത് ഇല്ലേ? ഇപ്പൊ വേറൊരു കാര്യം പറയാം. മാമോദീസ സമയത്ത് നമ്മുടെ കയ്യിലേക്ക് ഒരു മെഴുകുതിരി തന്നില്ലേ? എന്താണ് ആ മെഴുകുതിരി? ക്രിസ്തു, ലോകത്തിന്റെ പ്രകാശം. ഓക്കെ, താങ്ക് യു. ഇപ്പോ ഒരാളും ധ്യാനം കഴിഞ്ഞപ്പോ പറഞ്ഞു, 5 ദിവസം ധ്യാനം കഴിഞ്ഞപ്പോൾ പങ്കുവച്ചതാണ്, എനിക്ക് ഈ ധ്യാനത്തിന്റെ ആകത്തുക മുഴുവനും ആ ഒറ്റ മെഴുകുതിരിയിൽ നിന്ന് മനസ്സിലായി. ഞാനൊരു മെഴുകുതിരി ആയാൽ മതി. മനസ്സിലായി? വേറെ അധികം കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു മെഴുകുതിരി ആയാൽ മതി. ഓക്കെ, പക്ഷെ ഇത് വളരെയധികം
അല്ലെങ്കിൽ ഈ എഴുതുന്നതിനാവുന്ന ക്രിസ്തു ഈസ് ഇൻഫിനിറ്റ്, ഇൻഫിനിറ്റ്, അനന്തനാണ്. ആ ദൈവത്തിന്റെ ഇൻഫിനിറ്റ് അനന്തമായ ശക്തി മുഴുവനും നമ്മിലേക്ക് പകരുകയാണ് ദൈവം ചെയ്യുന്നതെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് നമ്മുടെ ഇതാണ് പൗലോസ്ലീഹ പറഞ്ഞത്. ആദ്യത്തെ ദിവസം ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിക്കാൻ അറിവിനെ അതിശയിക്കുന്ന ആ സ്നേഹം, അറിവിനെ, നമ്മുടെ മാനുഷികമായ അറിവിനെ അതിശയിക്കുന്ന ഒന്നാണ്. അറിവിനെ അതിശയിക്കുന്ന ആ സ്നേഹം കൊണ്ട് നിറയാൻ അങ്ങനെ ദൈവത്തിന്റെ സമ്പൂർണതയാൽ പൂരിതരാകാനും ഇടയാകട്ടെ. Be filled with the fullness of God. Be filled with the fullness of God. ദൈവത്തിന്റെ സമ്പൂർണതയാൽ. അവതൊന്ന് വായിച്ചോ. എഫേസ്യോസ് 3:19. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം, അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിന്റെ സമ്പൂർണതയാൽ, എല്ലാവരും കരമുയർത്തി ശബ്ദമുയർത്തി, ദൈവത്തിന്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. ദൈവത്തിന്റെ സമ്പൂർണതയാൽ, ദൈവത്തിന്റെ സമ്പൂർണതയാൽ പൂരിതരാകാൻ ഇടയാകട്ടെ. ഇതെല്ലാ സ്ഥലത്തും ഈശോ തന്നെ പറയുന്ന കാര്യം ഇതാണ്. ഈശോ പറഞ്ഞത് എന്താ? ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകാനും സമൃദ്ധി ആയി നൽകാൻ. എന്ന് പറഞ്ഞാൽ ആ സമൃദ്ധി എന്ന വാക്കിന്റെ മൂലപദമെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവം തരുന്നത് ദൈവത്തെ തന്നെയാണ്. ദൈവം നമുക്ക് നൽകുന്നത് ദൈവത്തെ തന്നെയാണ്. ദൈവം നമുക്ക് നൽകുന്നത് ദൈവത്തിന്റെ വരദാനങ്ങളല്ല, ദൈവത്തെ തന്നെ നമുക്ക് നൽകുന്നു. ആ ദൈവം തന്നെ നമ്മളിൽ വസിച്ചുകൊണ്ട് ആ ദൈവത്തിൽ നിലനിൽക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മളിലൂടെ പ്രവർത്തിപ്പിക്കുന്നു. സുവിശേഷം മുഴുവനിലും കാണുന്നത് നിരക്ഷകുക്ഷികളായ ഈ അപ്പസ്തോലന്മാരിലൂടെ അത്ഭുതകരമായ കാര്യങ്ങൾ ദൈവം നടത്തി. അത് തന്നെയാണ് ഈ കരിസ്മാറ്റിക് നവീകരണത്തിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ വർഷങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സാധാരണക്കാരായ നമ്മളെ പോലെയുള്ള മനുഷ്യരിലൂടെ അത്ഭുതകരമായ കാര്യങ്ങൾ, അസാധാരണമായ കാര്യങ്ങൾ ദൈവം പ്രവർത്തിക്കുന്നു. അപ്പോൾ ആരാണ് അവിടെ പ്രവർത്തിക്കുന്നത്? ദൈവമാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതങ്ങ് നമ്മളെ വിട്ടുകൊടുക്കണം. അതിനെ നമ്മൾ വിശ്വസിക്കണം. നമ്മൾ ഈ രഹസ്യങ്ങളുടെ വ്യാപ്തി മനസ്സിലാക്കണം. ഇതിന്റെ പിന്നിലുള്ള ആശയ പ്രപഞ്ചം മനസ്സിലാക്കണം.